സൈക്കിളിൽ സ്കൂളിൽ പോവാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ ജാഫ്നയിലെ കുറേ ലോക്കൽ കാഴ്ചകളൊക്കെ ഉണ്ട് ജാഫ്നയിൽ കാണാനുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാൻ ശ്രീലങ്കയിലെ ജാഫ്ന കടലിൻ്റെ ഭാഗത്താണുള്ളത്. ഈ കടലിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാട് അമ്പലങ്ങളുണ്ട്, ചെറുതായിട്ടും വലുതായിട്ടുമൊക്കെ ഉള്ള അമ്പലങ്ങളുണ്ട്. പക്ഷേ ആളും ജനങ്ങളൊക്കെ കുറവാണ് ഇവിടെ, താമസക്കാരൊന്നും ഇല്ല. അമ്പലം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ സന്ദർശകരും പൊതുവെ കുറവാണ് ഈ ഒരു ഭാഗങ്ങളിലുള്ളത്. കടലിങ്ങനെ ഉഷാറായിട്ട് കാണാം, അതാണ് ഇവിടെയുള്ള സൗകര്യം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും കടൽ, റൈറ്റ് സൈഡിലും കടൽ, റോഡങ്ങനെ നീളത്തിലങ്ങനെ മണ്ണിട്ട് നികത്തിയിട്ട് പോവുകയാണ്. അത്രയും നീളത്തിലാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിനി നമ്മുടെ ജാഫ്ന സിറ്റി ഭാഗത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ജാഫ്നയിലെ നെല്ലൂർ കന്ദസ്വാമി കോവിലുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഞാനിവിടെ ഓട്ടോ നിർത്തിച്ചിരിക്കുന്നു. ഇവിടെ ഒന്ന് കടലിൻ്റെ തിരക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇത് റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ ഉടനെ തന്നെ ഉണ്ടല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ നൊര വരുന്നുണ്ടല്ലേ. ആ അറ്റത്ത് അധികം തിരയൊന്നുമില്ല, കുറഞ്ഞ തിരയുള്ളൂ. അങ്ങ് ദൂരെ കുറേ ഇതൊക്കെ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ആളുകളില്ലാത്തൊരു ദ്വീപാണ് തോന്നുന്നുണ്ട് ആ ഒരു ഭാഗം. ആ ഒരു ഏരിയ കംപ്ലീറ്റ് കണ്ടില്ലേ. ബാക്ക് സൈഡിൽ ആൾത്താമസമില്ലാത്ത ചെറിയ ദ്വീപാണ് തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഭാഗങ്ങളിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പം നമ്മളെ വണ്ടി വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട്. ഈ വരൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. ഇതിലെത്തുമ്പോൾ വാഹനങ്ങൾ സ്ലോ ആക്കണം എന്നാണ് കണക്ക്. അതിലൂടെയുള്ള ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടർ. ഒരു നീല കളറിലാണ് ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടർ ഉള്ളത്. ഞാനിപ്പോൾ കടൽ തീരത്തിൻ്റെ ആ പരിസരത്ത് നിന്നിട്ട് പോന്നിട്ട് ഏകദേശം ഒരു ടൗണിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടൗണിൻ്റെ ആ ഭാഗങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാം. ഞാനിപ്പോൾ വന്ന സ്ഥലത്ത് നിന്ന് അധികം ജനവാസം ഇല്ലാത്തൊരു ഏരിയയാണ് ആ ഒരു ഭാഗം. ഇവിടെ ഇങ്ങനെ ജനവാസമുള്ളൊരു ഏരിയയാണ്. പക്ഷേ റോഡൊക്കെ വീതി കുറവാണ്, വീതി അധികമൊന്നുമില്ല. സൈക്കിൾ യാത്രക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ പൊതുവെ തമിഴ്നാട്ടിൻ്റെ ഒരു സ്റ്റൈലാണ് തോന്നുന്നുണ്ട് സൈക്കിൾ യാത്രക്കാർ കൂടുതലുണ്ടാകാൻ. പിന്നെ ഓട്ടോറിക്ഷയുണ്ട്. ഇതുണ്ടല്ലേ, ലേഡീസൊക്കെയാണ് ഓട്ടി പോകുന്നത്. കുട്ടികളുണ്ട്, ഒപ്പം ഡബിൾ അടിച്ച് പോകുന്നുണ്ട്. ഇത് വേറൊരു പെണ്ണുങ്ങൾ അതാ പോകുന്നുണ്ടല്ലേ, നല്ല സ്പീഡിൽ തന്നെ പുള്ളിക്കാരത്തി പോകുന്നത്. സ്കൂട്ടറും അധികം പോകുന്നത് കണ്ടിട്ടില്ല ഞാനിവിടെ. ഇവരെ ഈ ഒരു മിഡി മോഡലാണ് ഇവരെ ഡ്രസ്സ്, ഈ ഗോവൻ സ്റ്റൈലിൽ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഗോവക്കാരിടുന്ന അങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സാണ് ഇവർ ഉപയോഗിക്കുന്നത്, സ്ത്രീകൾ. ജാഫ്നയിൽ കുറച്ച് മുസ്ലിങ്ങൾ ഉള്ളൊരു ഏരിയയാണ്. ഇതൊരു മുസ്ലിം പള്ളിയും പിന്നെ സ്കൂളും ഒക്കെ കൂടിയുള്ളൊരു കോമ്പൗണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട്. ഗേറ്റ് പൂട്ടി കിടക്കുകയാണ്, അങ്ങോട്ടേക്ക് പോകുന്നില്ല. കോളേജാണ്. 1963 സ്ഥാപിതമായതാണിത്. അത്യാവശ്യം നല്ല സ്ഥലമുണ്ടത്. പുരുഷൻ ഒട്ടിയിട്ട് ലേഡി ബാക്കിൽ ഇരുന്ന് പോകുന്നുണ്ടല്ലേ, നല്ല രസമുള്ള കാഴ്ചയാണ്. ആങ്ങളും പെങ്ങളും ഒന്നുണ്ട്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കടൽ ഏരിയയാണ്, കടലോര പ്രദേശമാണ്. പക്ഷെ ഇവിടെ ജനവാസമുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് കൂടുതലും കടകളൊന്നും തുറക്കാത്തത്. സൺഡേ പൊതുവെ ലീവാണ് ശ്രീലങ്കയിലെ എല്ലാ സ്ഥലത്തും.
ഉണ്ടല്ലേ, റോഡൊക്കെ വളരെ വീതി കുറവുള്ള റോഡാണ്. ഇവിടെ താമസിക്കുന്ന ഏരിയയാണ്, ജനവാസ ഏരിയയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഭാഗമാണ് ഇവിടെ. ഇതൊരു അമ്പലമാണ്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ സ്റ്റൈലൊക്കെ ഈ ഒരു മോഡലിലാണ് ഉള്ളത്. ഇതൊരു അമ്പലമാണ്. ഇവിടെ നമ്മുടെ ഓട്ടോക്കാരൊന്ന് നിർത്തുന്നുണ്ട്. ചെരുപ്പ് ഇവിടെ മണ്ണിൽ അയച്ചിട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പം ഞാൻ ഉള്ളിലേക്ക് കണ്ട് പോകുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, മണൽ ഉള്ള ഭാഗങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ കടലിൻ്റെ അടുത്താണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഏകദേശം ഒരു കടൽ ഭാഗമാണ് നിൽക്കുന്നത്. ഇതാണ് ജാഫ്നയിലെ നല്ലൂർ കോവിൽ അമ്പലമാണ് ഈ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരും നെല്ലൂർ എന്നാണ്. അങ്ങനെയാണ് ഈ കോവിലിനും ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഇത് നല്ല വിശാലമായ ഏരിയയിലുള്ളൊരു അമ്പലമാണ്. ഒരു വളവിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ആളുകൾ ക്രോസ് ചെയ്യുന്ന ഭാഗം കാണാം. ഈ റോട്ടിൽ വരാണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ചെരിച്ച് അങ്ങനെ പോയിട്ട് കണ്ടില്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്ഥലത്തുള്ള ജനങ്ങൾ ക്രോസ് ചെയ്യുക, വേറെ ഇടത്തും ക്രോസ് ചെയ്യില്ല. അങ്ങനെയാണ് ഇവിടെ. ഇത് റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാകും. ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ജിഗ്സാഗ് പോലെ എടുക്കും ഈ വരണ്ടാകുക, സ്ട്രൈറ്റ് വരക്ക് പുറമെ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് റോഡ് ക്രോസ് ചെയ്യാനുള്ളതാണ്. എല്ലാ വാഹനങ്ങളും സ്ലോ ആക്കി കൊടുക്കണമെന്നാണ്. ഇത് ജാഫ്നയിലൊരു പഴയ ഒരു കെട്ടിടമാണ്. കണ്ടിട്ട് പറ്റ പൊളിഞ്ഞ പാളീസായ പോലെ ഉണ്ട് കണ്ടിട്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നൊക്കെയുള്ള. നല്ല തൂണും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ തന്നെ ഒരു പേടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ ഇതിൻ്റെ ഉള്ളിൽ കമ്പിമലൊക്കെ താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ സീലിങ്ങൊക്കെ. എപ്പോഴാണ് അത് പൊട്ടിച്ചാടി വീഴുമെന്ന് അറിയില്ല, ആ ഒരു അവസ്ഥയിലുള്ളത്. പിന്നെ കുറേ പഴക്കമുണ്ടാവും, അതുകൊണ്ട് തന്നെ ഇരിക്കും പിന്നെ ഇതങ്ങനെ ദ്രവിച്ചു പോയിട്ടുണ്ടാകുക. പിന്നെ ജാഫ്ന പിന്നെ കുറേ കാലം നമ്മളെ പ്രഭാകരൻ്റെ പിടിയിലായിരുന്നല്ലോ ഇവിടെ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഏരിയ ആയിരുന്നു ഈ ജാഫ്ന എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സീലിങ്ങൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തു കൂടിയൊക്കെ അങ്ങനെ നടക്കുക. ആളും ജനങ്ങളൊന്നും ഇവിടെ ഇല്ല, നിശബ്ദമായിട്ടുള്ളൊരു ഏരിയയാണ്. ഇത് മുമ്പത്തെ കിങ് സാങ്ലിയാൻസ് മിനിസ്റ്റർ ഹൗസാണ്. ഇത് ഒരടുക്കളയാണോ സംശയമുണ്ട് ഈ കാണുന്നത്. കണ്ടിട്ട് അടുക്കള പോലെ ഉണ്ട്. ഇത് പുറത്ത് പുല്ല് വെച്ച് പിടിപ്പിച്ചല്ല, പഴയ പുല്ല് ഉണ്ടായ പുല്ലാണ് അതൊക്കെ. അപ്പോൾ ചുമരുമലൊക്കെ വന്ന സന്ദർശകരെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തോന്നുന്നു. 2 സന്ദർശകരുണ്ട് ഇവിടെ ഇപ്പോൾ. അപ്പം ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ സൈഡ് ഭാഗമാണ്. താഴൊരു നില, മുകളിലൊരു നില. ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. ഇവരെ തമിഴ് ഭാഷയിലാണ്. ഇത് 1890 നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ കെട്ടിടമാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ബ്രിട്ടീഷുകാരെ കാലത്തല്ല. ഒക്കെ ദ്രവിച്ചു വയ്ക്കുന്നു, ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. ഇപ്പം സമയം 12:45. അപ്പോൾ ഞാൻ വണ്ടി കയറിയിരിക്കുന്നു, ഓട്ടോ കയറിയിരിക്കുന്നത്. ഇനി വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും ഇറങ്ങി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.